Hi friends, നമ്മൾ ചെയ്യാൻ പോകുന്നത് കൺസോളിഡേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇലിസ്ട്രേഷൻ 7 ആണ്. നമ്മൾ ഇലിസ്ട്രേഷൻ 2 and 3 ചെയ്ത് ദെൻ മെയ് 2024 കൺസോളിഡേഷൻ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ വി ആർ മൂവ് ടു ഇലിസ്ട്രേഷൻ 7. ഈസി ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ ഞാൻ റീഡ് ചെയ്യാം. എച്ച് ലിമിറ്റ് അക്വയർ 3000 ഷെയർസ് അക്വയർ ചെയ്തിട്ടുണ്ട് at a cost of rupees 4,08,000 on 31/7/2011. So July 31st acquire ചെയ്തത്. The capital of S Limited. S Limited ആരാണ്? സബ്സിഡറി കമ്പനി. H Limited അവിടെ ആരാണ്? ഹോൾഡിംഗ് കമ്പനി. 5,000 shares rupees 100 each fully paid up. Then profit and loss account of the company showed opening balance 1,25,000 and profit for the year was 3 lakh. എന്ന് വെച്ചാൽ current year profit 3 lakh ഉണ്ട്. At the end of the year, it declared a dividend of 40%. So, what's the question? Question ചോദിച്ചിരിക്കുന്നത് record the entry in the books of H Limited in respect of dividend and assume the profit is accruing evenly and calendar year as financial year. Calendar year ആണ് financial എന്ന് വെച്ചാൽ 1st January to 31st December വരെയാണ് financial year എന്ന് അവർ കൺസിഡർ ചെയ്യുന്നത്. അതും പറയുന്നുണ്ട്. സോ ടെക്സ്റ്റിലെ ടെക്സ്റ്റിലെ ആൻസർ വേറെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈസി മെത്തേഡ് ഞാൻ വർക്കൗട്ട് ചെയ്ത ആൻസർ കാണിച്ചു തരാം. സോ ഇങ്ങനെയാണ്. ഫസ്റ്റ് തന്നെ പെർസെൻറ്റേജ് ഓഫ് കൺട്രോൾ കാണാം. പെർസെൻറ്റേജ് ഓഫ് കൺട്രോൾ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഹോൾഡിംഗ് കമ്പനി ഡിവൈഡ് ബൈ ടോട്ടൽ ഷെയർസ്. That is 3,000 divided by 5,000 into 100 equal to 60%. Then percentage of minority interest 100 minus 60% equal to 40%. Then entry നമ്മൾ എന്താ ക്വസ്റ്റ്യൻ entry in the books of H Limited with respect to dividend received. So അവിടെ ടോട്ടൽ ഡിവിഡൻഡ് എത്രയാണ്? അവിടെ 5,000. ക്വസ്റ്റ്യനിൽ എത്ര ഷെയർസ് ആണ് സബ്സിഡറി കമ്പനിക്ക്? 5,000 ഷെയർസ് ഓഫ് 100 ഈച്ച്. സോ 5,000 into 100 into ഡിവിഡൻഡ് എത്ര പെർസെൻറ്റേജ് ആണ്? 40%. ഡിവിഡൻഡ് 40%. ഓക്കെ. സോ ഡിവിഡൻഡ് 40% ആണ്. സോ എങ്ങനെ ഡിവിഡൻഡ് റിസീവ്ഡ് ഈക്വൽ ടു 5,000 into 100 into 14%. സോ അതാണ് ടോട്ടൽ ഡിവിഡൻഡ് ഈക്വൽ ടു 5,000 into 100 into 40% equal to 2 lakh. 2 lakh is the total dividend. Then ഇവിടെ ഇവർ അക്വയർ ചെയ്തത് എപ്പോഴാണ്? ഇവർ അക്വയർ ചെയ്തത് 31st July 2011 സോ കലണ്ടറിലാണ് ഫോളോ ചെയ്യുന്നത്. സോ 1st January to 31st December. സോ 1st January to 31st July വരെ അവർ അക്വയർ ചെയ്തിട്ടില്ല. സോ അതുവരെയുള്ള 7 months 1st January 31st July വരെയുള്ള 7 months എന്ന് പറയുന്നത് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് ആയിരിക്കും. ദെൻ 31st July എന്ന് വെച്ചാൽ 1st August 31st December വരെ പോസ്റ്റ് അക്വിസിഷൻ ആയിരിക്കും. അത് 5 months. സോ ഡിവിഡൻഡ് കണ്ടുപിടിക്കുന്നത് എച്ച് ലിമിറ്റഡ് ഷെയർ ഇൻ ഡിവിഡൻഡ്. എച്ച് ലിമിറ്റഡിൻ്റെ പെർസെൻറ്റേജ് കൺട്രോൾ എത്രയാണ്? 60% ആണ്. സോ 2 lakhs ആണ് ടോട്ടൽ ഡിവിഡൻഡ്. സോ 2 lakh into 60% 1,20,000. എച്ച് ലിമിറ്റഡ് എന്ന് വെച്ചാൽ ഹോൾഡിംഗ് കമ്പനിയുടെ ഡിവിഡൻഡ് ഷെയർ 1,20,000 ആണ്. അതിൽ പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷൻ ഉണ്ട്. സോ പ്രീ അക്വിസിഷൻ ഷെയർ ഈക്വൽ ടു 1,20,000 into 7/12 equal to 70,000. Then post acquisition share equal to 1,20,000 into 5/12 equal to 50,000 കിട്ടി. സോ ഇങ്ങനെയാണ് പോസ്റ്റ് അക്വിസിഷൻ ഡിവിഡൻഡ് ഷെയർ കണ്ടത്. ഫസ്റ്റ് നമ്മൾ ഡിവിഡൻഡ് ടോട്ടൽ വാല്യൂ കണ്ടുപിടിച്ച് അത് നമുക്ക് 2 lakhs കിട്ടി. സോ 2 lakhsൽ എച്ച് ലിമിറ്റഡിൻ്റെ ഷെയറും എസ് ലിമിറ്റഡ് ഷെയർ നമ്മൾ കണ്ടുപിടിച്ച് എച്ച് ലിമിറ്റഡിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 2 lakhന് 60% 1,20,000. ദെൻ മൈനോറിറ്റി ഇൻട്രസ്റ്റിൻ്റെ ഷെയർ വന്നത് 2 lakh into 40% ആണ്. ബാലൻസ് എമൗണ്ട് 80,000 മൈനോറിറ്റി ഇൻട്രസ്റ്റും 1,20,000 ഹോൾഡിംഗ് കമ്പനിക്കുമാണ്. ദെൻ അത് കണ്ടുപിടിച്ച് ദെൻ ഡിവിഡൻഡ്. സോ എച്ച് ലിമിറ്റഡിന് ഇത്ര 1,20,000 ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട്. ബട്ട് ആ ഫുൾ ഡിവിഡൻഡ് അവർക്ക് അവകാശപ്പെടാനോ അല്ല. അവർ എന്ന് മുതലാണ് അക്വയർ ചെയ്യാൻ തുടങ്ങിയത്? 1st August എന്ന് വെച്ചാൽ 31st July 2011 മുതലാണ് അക്വയർ ഹോൾഡ് ചെയ്യാൻ തുടങ്ങിയത്. സോ അതുവരെ 1st January 31st July വരെയുള്ള ഡിവിഡൻഡ് ഹോൾഡിംഗ് കമ്പനിക്ക് അവകാശമുണ്ട്? ഇല്ല. അതെന്താണ്? ദാറ്റ് ഈസ് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ്. സോ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് ജേർണൽ എൻട്രി എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഇൻവെസ്റ്റ്മെന്റ്. അത് ഇൻവെസ്റ്റ്മെന്റ് റിഡ്യൂസ് ആണ് ചെയ്യേണ്ടത്. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ദെൻ
അത് കഴിഞ്ഞ് 31st ജൂലൈ ടു 31st ഡിസംബർ വരെയുള്ള ഷെയർ എന്താണ് റവന്യൂ ഷെയർ, അത് അവർക്ക് അവകാശപ്പെട്ടതാ. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു P&L അക്കൗണ്ട്. സോ ഇങ്ങനെയാണ് ജേണൽ. ഇവിടെ ഡെബിറ്റ് റുപ്പീസ് ക്രെഡിറ്റ് റുപ്പീസ് എഴുതാൻ അല്ലെങ്കിൽ മാർക്ക് കട്ട് ചെയ്യും. ദെൻ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഇൻവെസ്റ്റ്മെന്റ് എച്ച് ലിമിറ്റഡ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ടോട്ടൽ ഡിവിഡൻഡ് എച്ച് ലിമിറ്റഡിന്റെ ഷെയർ എത്രയാണ്? ഡിവിഡൻഡിൽ മേലിൽ എച്ച് ലിമിറ്റഡിന് ആകെയുള്ള ഷെയർ എത്രയാണ്? 1,20,000. സോ ഇൻവെസ്റ്റ്മെന്റിൽ എത്ര പോകണം? 70,000. 70,000 നമുക്ക് എങ്ങനെ കിട്ടിയത്? പ്രീ അക്വിസിഷൻ ഷെയർ ഈക്വൽ ടു 1,20,000 ഇൻറ്റു 7/12. ആ 7 മാസം അവർ ഹോൾഡ് ചെയ്യുന്നതിന് മുന്നുള്ള 7 മാസം അവർക്ക് ഹോൾഡിംഗ് കമ്പനിക്ക് അവകാശപ്പെട്ട ഷെയർ അല്ല. സോ ദാറ്റ് ഈസ് റിഡ്യൂസ്ഡ് ഫ്രം കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. സോ 70,000 ഇൻവെസ്റ്റ്മെന്റ് എച്ച് ലിമിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. പിന്നീട് വരുന്ന 5 മാസത്തെ ഷെയർ ആർക്ക് അവകാശപ്പെട്ടതാണ്? ഹോൾഡിംഗ് കമ്പനിക്ക് അവകാശപ്പെട്ടതാണ്. അത് 50,000 റവന്യൂ ഷെയർ ആയതുകൊണ്ട് P&L അക്കൗണ്ടിലേക്ക് ഇൻകാർട്ട് കാണിക്കും. സോ 50,000 അതാണ്. ദെൻ നറേഷൻ എഴുതണം. ജേണൽ എൻട്രി എഴുതാൻ നേരത്തെ എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് എച്ച് ലിമിറ്റഡ് എന്ന് എഴുതണം, ഡെബിറ്റ് റുപ്പീസ് ക്രെഡിറ്റ് റുപ്പീസ് എന്ന് എഴുതണം, ദെൻ ഡിവിഡൻഡ് റിസീവ്ഡ് നറേഷൻ എഴുതണം. അല്ലെങ്കിൽ ഒരു 1 മാർക്ക് വെച്ച് മാർക്ക് കട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ദെൻ ടെക്സ്റ്റ് ബുക്കിൽ സെക്കൻഡ് മെത്തേഡ് ഒക്കെ പറയുന്നുണ്ട്, അതൊന്നും ഫോളോ ചെയ്യണം. ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റെക്കോർഡ് ദി എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് എച്ച് ലിമിറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഡിവിഡൻഡ്. ഓക്കെ, അതിൽ ആൻസർ ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു.